ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അർജുൻ. അപ്പോൾ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണേ റിയൽമിയുടെ C30 എന്ന് പറഞ്ഞൊരു മൊബൈലാണ്. അപ്പോൾ ഈ മൊബൈൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് റിയൽമിയുടെ സൈറ്റിൽ വാങ്ങാൻ കിട്ടുന്നൊരു ഫോണാണ്. അപ്പോൾ ഇതൊരു 10,000 രൂപയിൽ താഴെയുള്ള ഒരു അടിപൊളി മൊബൈലാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, അതൊരു ക്വാളിറ്റി ഉള്ള മൊബൈലാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യണേ. ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോൺ നമുക്ക് കയ്യിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫോണായിട്ട് തന്നെ നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ തോന്നും. കാരണം നമുക്കൊരു ഇതിനകത്ത് വന്നേക്കുന്ന പ്ലാസ്റ്റിക്കും കാര്യമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. പിന്നെ തീരെ ചീപ്പ് പ്ലാസ്റ്റിക് അല്ല. കാരണം 10,000 രൂപ വിലയുള്ളൊരു താഴെയുള്ള ഫോണായാലും നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കവറിൻ്റെ ഉള്ളിൽ ഈ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത് ഒരു ചാർജറും 2 ആംപിയറിൻ്റെ ഒരു നോർമൽ ചാർജറും അതുപോലെ തന്നെ ഇതിൻ്റെ കേബിൾ വരുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് കവറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സിമ്മിൻ്റെ ഒരു ഇജറ്റും പിന്നും കൂടെ വരുന്നുണ്ട്. ഇതല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളുണ്ട്. അതല്ലാതെ വേറെ ഒന്നും തന്നെ ഈ കവറിൽ ഇതിൽ വരുന്നില്ല. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ള ഇതൊരു 6.5 ഇഞ്ചിൻ്റെ ഒരു IPS ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അതുപോലെ യൂണിസോക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. ആ പ്രൊസസ്സറിലാണ് ഇവർ ഏറ്റവും പൈസ കുറച്ചിരിക്കണേ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ചാർജറിൽ. ഈ ചാർജർ അത്യാവശ്യം നല്ലൊരു ചാർജർ പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ചാർജർ കേട്ടോ. ഉപ്പയുടെ ഫോണിലൊക്കെ കൊടുക്കുന്ന കൂട്ടെ നല്ലൊരു ചാർജർ തന്നെയാണ് ഈ റിയൽമി ഇതിനകത്ത് കൊടുത്തേക്കണം. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഈ ഒപ്പോ വിവോ കമ്പനികൾക്കെല്ലാം ചാർജർ ഓൾമോസ്റ്റ് ഒരു സിമിലർ ചാർജർ തന്നെയാണ് ഇവരെല്ലാം കൊടുക്കണം. പേര് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമുള്ള കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഈ ചാർജറിൻ്റെ കൂടെ വരുന്നത് മൈക്രോ USB കേബിളാണ് വരുന്നത്. C കേബിളൊന്നുമല്ല. C കേബിൾ ഈ വിലയിൽ ഒരിക്കലും ആരും പ്രതീക്ഷിക്കുകയും ചെയ്തത്. കാരണം ഈ ഫോണിൽ നിലവിൽ മൈക്രോ USB ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, ഇതിൻ്റെ ഫോൺ ഓണാക്കുമ്പോൾ തന്നെ Android 11 ഈ ഫോൺ വരുന്നത്. അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല നിലവിൽ. Android 11 വരുന്ന ഒരു ഫോണാണ്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ റാം 3GB റാമിലാണ് വരുന്നത്. 3GB 32GB സ്റ്റോറേജ് വേരിയൻ്റാണ് ഈ മൊബൈൽ വരുന്നത്. അപ്പം അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റോറേജ് ഇല്ല. അപ്പോൾ ഒരു വില കുറഞ്ഞ ഫോൺ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. അപ്പം പിന്നെ ഇതിനകത്ത് 5000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ബാറ്ററിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ 6.5 ഇഞ്ചിൻ്റെ ഒരു IPS ഡിസ്പ്ലേ എന്ന് പറഞ്ഞല്ലോ. ഈ ഡിസ്പ്ലേ പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി അതുപോലെ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് വന്നേക്കണേ. കാരണം ഈ ഫോണിൽ ഞാൻ വേറെ കുറച്ച് ഫോണുകളൊക്കെ റിവ്യൂ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ തന്നെ. വ്യൂവിങ് ആംഗിൾ ആയാലും അത്യാവശ്യം 10,000 രൂപയിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത്. കാരണം ഇപ്പോൾ വേറെ കുറച്ച് ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വിലയ്ക്ക് വേറെ ഫോൺ കൊടുക്കുന്ന മോട്ടോറോയുടെ കുറച്ച് സീരീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കണ്ടതിൽ അതൊക്കെ പുതിയ ഫോണായതുകൊണ്ട് ഇച്ചിരി ക്വാളിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് നെറ്റിലൊക്കെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 6 രൂപ ആ റേഞ്ചിൽ കിട്ടുന്ന ഫോണാണ്. അപ്പോൾ അത് വില കുറഞ്ഞ ഫോണാണ്. നിങ്ങൾ അതെല്ലാം ഓർത്ത് ഈ ഫോൺ വാങ്ങുക. അപ്പോൾ ഇതിൻ്റെ ക്യാമറ 5 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ, ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു ബാക്ക് ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമറ അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ ആയാലും വീഡിയോ ആയാലും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ബൂട്ടിങ് ടൈം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ബൂട്ട് ചെയ്യുന്ന ടൈം. അപ്പോൾ 3GB റാമുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് സ്പീഡ് നമ്മൾ പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം വാട്സപ്പ്, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള 1, 3, ഒരു 5 കൂടുതൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹെവി ആപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോൺ സ്ലോ ആവും. അപ്പോൾ 3GB റാം 2023 പോരാന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം ഒരു 4GB 6GB എല്ലാവരും കിടക്കുക. കാരണം ഈ 2023 എല്ലാവർക്കും തന്നെ മിനിമം ഒരു 6GB മിനിമം ആക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈ റാമിൽ ഒരിക്കലും നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷനോ ഗെയിമുകളോ റൺ ചെയ്യാൻ പറ്റുന്നതല്ല. ഇതൊരു ബേസിക് ഫോണായിട്ട് കൂട്ടുക. ഇതാണ് ഞാൻ പറഞ്ഞ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയായിരിക്കും. ക്യാമറയിൽ എത്ര കിട്ടേണ്ടെന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ആട്ടോ. ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഞാൻ നല്ല രീതിയിൽ കുറച്ചിട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത്. കാരണം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ വിലയിൽ ഒരു ബേസിക് ഫോൺ നിങ്ങൾക്ക് പിള്ളേർക്കോ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ അത്യാവശ്യം വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ വാങ്ങാൻ നല്ലൊരു ഫോണാണ്. കാരണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ ആണ്. 6.5 ഇഞ്ചിൻ്റെ നല്ലൊരു വലിപ്പമുള്ള ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ ഒരു നോച്ച് ടൈപ്പ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത്യാവശ്യം ഒരു വീക്കട്ട് നോട്ട്സാണ് വരുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം ഒരു വാട്ടർ ഡ്രോപ്പ് എന്നാണ് പറഞ്ഞത്, ഞാൻ പേര് മറന്നുപോയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് ശ്രദ്ധിച്ചാൽ അറിയാം. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് തന്നെ ഈ മൊബൈലിലുണ്ട്. ഡേലൈറ്റിലായാലും അത്യാവശ്യം കാണാൻ നല്ലത്. ഭയങ്കരമായിട്ട് കാണുമ്പോൾ എന്നാലും അത്യാവശ്യം ഡേലൈറ്റ് കാണാവുന്നതാണ് കേട്ടോ. Android 11 വന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുമില്ലെന്ന് കണ്ടറിയണം. കാരണം വെച്ചാൽ 10 രൂപയുടെ ഫോണിലായതുകൊണ്ട് അവരത് പ്രൊവൈഡ് ചെയ്യുമെന്ന് നിലവിൽ അറിയത്തില്ല. അതുപോലെ കമ്പനിയുടെ സൈറ്റിൽ നിലവിൽ അവർ 10 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ എന്നാണ് എഴുതി വെച്ചേക്കണേ. ഈ 10 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ നിലവിൽ ഫാസ്റ്റ് ചാർജ് അല്ല, നോർമൽ ചാർജറാണ്. അപ്പോൾ കമ്പനി ജസ്റ്റ് വിൽക്കാൻ വേണ്ടി മാത്രം ചുമ്മാ എഴുതി വെച്ചേക്കണ മാത്രമാണ് ഫാസ്റ്റ് ചാർജ് എന്ന്. അപ്പോൾ അത് കണ്ട് ആരും ഫാസ്റ്റ് ചാർജാണെന്ന് വിചാരിക്കാതിരിക്കുക. കാരണം സാധാരണ ഒരു 2 മണിക്കൂറോ സംതിങ് ഈ ഫോൺ ചാർജ് ചെയ്യാൻ ടൈം എടുക്കണേ. കാരണം 5000 mAh ബാറ്ററിയും 2 ആംപിയർ ചാർജറുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു ടൈമിൽ ചാർജ് ചെയ്യും, എത്ര സമയം എടുത്താലും അത് ചാർജ് ചെയ്യണമെന്ന്.
അതുപോലെ ഞാൻ എൻ്റെ ബാക്ക് വശം പറഞ്ഞല്ലോ, ഇതിന് പ്ലാസ്റ്റിക് അത്യാവശ്യം പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ലൊരു ടെക്സ്ചർ തന്നെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അവർ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ക്വാളിറ്റിയിൽ തന്നെ ഈ ഫോൺ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട്. ഈ വിലയ്ക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഈ ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചധികം നാൾ 3-4 വർഷം വരെ നീണ്ടു കിട്ടാനുള്ള ലൈഫ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് EMFC ചിപ്പ് വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ UFS സ്റ്റോറേജ് ആണ് വരുന്നത്. അത് മെയിൻ ഒരു കാര്യമാണ്. കാരണം ഈ EMFC ചിപ്പുള്ള ഫോണുകളിലെല്ലാം സ്റ്റോറേജ് കംപ്ലയിൻറ്റും ബൂട്ട് ഇഷ്യൂ ഒക്കെ വരാറുണ്ട്. ഇത് UFS ആയതുകൊണ്ട് തന്നെ ഇതിന് അങ്ങനെയുള്ള കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് തീരെ കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിലയിൽ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യണേ. പിന്നെ ഈ ഫോണിൻ്റെ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫോണിലെ നെറ്റ്വർക്ക് വരുന്നത് 4G നെറ്റ്വർക്കാണ്. 2 സിമ്മും 4G നെറ്റ്വർക്കും വോൾട്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ജിയോ സിമ്മും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഇടാവുന്നതാണ്. കാരണം ഇതൊക്കെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ എല്ലാ സിമ്മും നെറ്റ്വർക്കും സ്പീഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. നിലവിൽ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ വളരെ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കൊക്കെ നമുക്ക് ഏത് റേഞ്ചില്ലാത്ത സ്ഥലത്തായാലും അത്യാവശ്യം റിയൽമിയുടെ ഒപ്പോടെ ഫോൺ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്നുണ്ട്. അതുപോലെ ക്യാമറ ക്വാളിറ്റി ഞാനിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ നോക്കി അറിയാം എന്തോരം ക്വാളിറ്റി ഉണ്ടെന്ന്. അതുപോലെ ഇതിൻ്റെ ക്യാമറയിൽ ഒരുപാട് ഫീച്ചേഴ്സൊന്നും ഇല്ല, ഫുൾ HD അങ്ങനെയുള്ള റെക്കോർഡിംഗ് ഒക്കെ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും വരുന്നില്ല, കാരണം 10 രൂപയുടെ ഒരു ഫീച്ചേഴ്സ് മാത്രം കമ്പനി നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രതീക്ഷയെക്കാളും കൂടുതൽ നല്ല റിസൾട്ട് ഈ വിലയിൽ ഈ ക്യാമറ നൽകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ഈ ഒരു നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം. ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുക്കണം, ഇതിപ്പോൾ എൻ്റെ ഡയറക്റ്റ് ക്യാമറയിൽ നിന്നായതുകൊണ്ട് ഇച്ചിരി കളർ കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. എൻ്റെ മൊബൈലിൽ നിന്ന് മറ്റുള്ള ഫോണിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ അതിൽ കളർ കൂടുതലായിരിക്കും. ഞാനിപ്പോൾ ലൈവായിട്ട് വേറെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ. ഇതിപ്പോൾ നിലവിൽ ക്യാമറ ഡയറക്റ്റ് എടുത്ത റോ വീഡിയോസ് തന്നെയാണ്, ഞാൻ എഡിറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് അതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ക്യാമറ. ഈ ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 5 മെഗാ പിക്സലിൻ്റെ നല്ലൊരു ക്വാളിറ്റി തന്നെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വീഡിയോ ക്വാളിറ്റി കുഴപ്പമില്ല, തിരക്കേടില്ലെന്നല്ലാതെ ഒരു വളരെ മികച്ച ഒരു ക്വാളിറ്റി ഒന്നും പറയാനില്ല. പക്ഷേ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഈ ഫോൺ ധാരാളമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലെ വീഡിയോയുടെ ക്വാളിറ്റി. അപ്പോൾ എല്ലാവർക്കും ഈ ക്വാളിറ്റി കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് തോന്നണത്. ഇവിടെ നല്ല നോയ്സുള്ള ഏരിയ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. അതൊരു ലേറ്റസ്റ്റ് ഫോണിൻ്റെ വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും അത് കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. അപ്പം എല്ലാവരും ബെല്ലൈക്കൺ പറ്റുമെങ്കിൽ ഒന്ന് ഞെക്കുക, അല്ലെങ്കിൽ ഒന്ന് പ്രസ് ഇങ്ങനെ ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.